രാജകുമാരി ഖജനാപ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. വാഹനത്തിന് നിസ്സാര കേടുപാടുകൾ സംഭവിച്ചു. ആർക്കും പരിക്കുകളില്ല. ഇന്നലെ വൈകിട്ടായിരുന്നു രാജകുമാരി പഞ്ചായത്തിലെ ഖജനാപ്പാറയ്ക്ക് സമീപം റോഡരികിൽ നിന്ന് വലിയ മരം കടപുഴകി വീണത്. ഈ സമയം റോഡിൽ കൂടി ഓടുകയായിരുന്ന ഒരു പിക്കപ്പ് വാനിന്റെ മുകളിലേക്കാണ് മരം പതിച്ചത്. ഡ്രൈവർ ഉൾപ്പെടെ 2 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇവർക്ക് നിസ്സാര പരിക്കുകളും വാഹനത്തിന് നേരിയ തോതിലുള്ള തകരാറും സംഭവിച്ചതൊഴിച്ചാൽ കാര്യമായ അപകടമൊന്നും സംഭവിച്ചില്ല. മരമൊടിഞ്ഞു വീണതോടെ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. ഇതോടെ പ്രദേശത്തെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെട്ടു. തുടർന്ന് രാജാക്കാട് ഫയർഫോഴ്സ് യൂണിറ്റ് സംഭവസ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു, രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഈശ്വരൻ, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P രാജാറാം തുടങ്ങി ജനപ്രതിനിധികളും പഞ്ചായത്തിലെ RRT അംഗങ്ങളും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ഒടിഞ്ഞു വീണ മരത്തിന്റെ വലിയൊരു ഭാഗം സമീപത്തെ വീടിന് അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയായിരുന്നു. വനം വകുപ്പ്, റവന്യൂ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ഇടപെട്ടതോടെ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന മരവും മുറിച്ചുമാറ്റി. രാത്രി 9 മണിവരെ നീണ്ടതായിരുന്നു പ്രവർത്തനം. രാജാക്കാട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ശിവകുമാർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഞങ്ങൾ NRCT രാജാക്കാട് ഫയർ സ്റ്റേഷനിൽ നിന്നാണ്. ഞങ്ങൾക്ക് ഏകദേശം 6 മണിയോടടുത്ത് ആണ് ഈ കോൾ ലഭിക്കുന്നത്. ഉടൻ തന്നെ ഞങ്ങൾ ഇവിടെ എത്തുകയും ഇവിടെ എത്തിയപ്പോൾ ഒരു വലിയൊരു മരം റോഡിന് കുറുകെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശിഖരം റോഡിൽ വീണിട്ട് ഒരു വെഹിക്കിള് ഭാഗികമായിട്ട് കേടുപാട് സംഭവിച്ചു. ഗതാഗതം പൂർണ്ണമായിട്ട് തടസ്സപ്പെട്ട അവസ്ഥയിലായിരുന്നു. ആ ശിഖരം മുറിച്ചു മാറ്റിയതിന് ശേഷം കൂടുതൽ അപകടം കാര്യങ്ങൾ വിലയിരുത്തിയപ്പോൾ ഈ മരത്തിൻ്റെ ഭാഗത്ത്, അതായത് ഈ മുറിഞ്ഞു വീണ മരത്തിൻ്റെ ശാഖയിലുള്ള മറ്റു മരങ്ങൾ അപകടാവസ്ഥയിലായിരുന്നതും അത് ഏത് സമയം റോഡിലേക്ക് പതിക്കുന്ന നിലയിലായിരുന്നു. തൊട്ടടുത്തുള്ള വീടുണ്ടായിരുന്നതിനാൽ അത് അതീവ അപകടാവസ്ഥയിലായിരുന്നു. അതിനാൽ റവന്യൂ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടുകയും പഞ്ചായത്ത് അധികൃതർ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. കൂടുതൽ പ്രൊഫഷണലായിട്ടുള്ള മരം വെട്ടുകാരുടെ സഹായം നമുക്ക് ലഭിക്കുകയും ചെയ്തു. അവരുടെ സഹായത്തോടെ ഈ മരം പൂർണ്ണമായിട്ടും മുറിച്ചു മാറ്റി അപകടാവസ്ഥ ഒഴിവാക്കി. പ്രദേശത്തെ മരം മുറിക്കുന്നതിൽ വിദഗ്ധ പരിശീലനം ലഭിച്ച തൊഴിലാളികളെ എത്തിച്ച മരം പൂർണ്ണമായും മുറിച്ചു നീക്കി. പൂപ്പാറ ഖജനാപ്പാറ റോഡിൽ B ഡിവിഷൻ ജംഗ്ഷന് സമീപം ഒരു വലിയ മരം വീണ് 2 പേര് അപകടത്തിൽപ്പെട്ടു. 407 വണ്ടിയിൽ വന്നവർക്കാണ് അപകടം ഉണ്ടായത്. ഏതായാലും അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ഒരു ആശ്വാസം. ഈ മരത്തോട് ചേർന്ന് തന്നെ വീണ്ടും 2 മരങ്ങൾ ഇളകി റോട്ടിൽ വീഴുന്ന അവസ്ഥയിലാണ് നിന്നുകൊണ്ടിരുന്നത്. ഏതായാലും രാജാക്കാട് ഫയർഫോഴ്സ് വേഗത്തിൽ തന്നെ ഇവിടെ എത്തുകയും ആ മരം വെട്ടി മാറ്റാൻ വേണ്ടി നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം കൂടി അപകടത്തിൽ നിന്നിരുന്ന മരങ്ങൾ 3 മരങ്ങളും തടസ്സങ്ങൾ മാറ്റി ഇപ്പോൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഈ രാത്രി സമയത്തും നാട്ടുകാരും എല്ലാവരും കൂടിയാണ് ഈ പണികൾ ചെയ്തത്. ഈ സമയത്ത് നമുക്ക് ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ അടുത്ത്, അതായത് രാജാക്കാട് പഞ്ചായത്തിൽ ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ വന്നത് നമുക്ക് ഏറ്റവും ഗുണകരമാണ്. അത് പ്രത്യേകിച്ച് മുൻ വൈദ്യുതി മന്ത്രിയായിരുന്ന മണിയാസാൻ കൊണ്ടുവന്ന ഈ ഫയർ സ്റ്റേഷൻ, അത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇന്നലെ വൈകിട്ടോടെ പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. വൈദ്യുതിക്ക് പുറമെ സർക്കാരിന്റെ K-ഫോൺ ഉൾപ്പെടെയുള്ള ഇന്റർനെറ്റ് ഫൈബർ കേബിളും തകരാറിലായി. ഇന്ന് രാവിലെ മുതൽ പ്രദേശത്തെ വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ KSEBയും ശ്രമങ്ങൾ ആരംഭിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.